വാട്സ്ആപ്പ് യൂട്യൂബ് TVS RONIN 225 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും തംബ്ലൈനിൽ കണ്ടിട്ടുണ്ടാവും എന്താണ് ഇന്നത്തെ കണ്ടന്റ് എന്ന്. പുതിയ TVS RONIN 225 കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ചെറിയൊരു റൈഡ് റിവ്യൂ, അതുപോലെ തന്നെ അത് എവിടെ നിന്നാണ് റൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളോ എവിടെയാണ് നമ്മൾ വണ്ടി കൊണ്ട് പോയത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ തംബ്ലൈനിൽ കൊടുത്തിട്ടുണ്ട്. RONIN 225 ഒന്നും പറയാനില്ല. കാരണം ഈ ഒരു വണ്ടിയെ കുറിച്ച് ശരിക്കും പറയുകയാണെന്നെങ്കിൽ ഒരു ചെറിയ വലിയ വണ്ടി എന്ന് വേണം പറയാം. കാണുമ്പോൾ നമ്മൾ ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ ചെറിയൊരു വണ്ടിയായിരിക്കും, പക്ഷെ നമ്മൾ അടുത്ത് പോയി നോക്കുമ്പോൾ വലിയ ടാങ്കും വലിയ ടയർ സൈസും അതുപോലെ തന്നെ വലിയ മഡ് ഗാർഡും വലിയ വണ്ടി എന്ന് നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ ചെറിയൊരു വണ്ടി. TVSനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മോഡൽ കൊണ്ടുവന്നു, അതും വളരെ അഫോർഡബിൾ പ്രൈസ് എന്ന് പറയുന്നത് 1.80 സംതിങ് ആണ് പ്രൈസ് സ്റ്റാർട്ടിങ് വരുന്നത്. 3 വേരിയന്റിലാണ് വണ്ടി വരുന്നത്. ആ 3 വേരിയന്റും നമ്മളെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. സോ എന്തായാലും വണ്ടിയെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വണ്ടി ഇഷ്ടപ്പെട്ടാലും വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യാം നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും വണ്ടി കണ്ടോ. യെസ്, അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളെ വണ്ടി TVS RONIN. ഇത് ബേസ് മോഡലാണ്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ തന്നെ 3 വേരിയൻറ്റ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഇത് ബേസ് മോഡൽ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ തന്നെ നമുക്ക് എന്ത് മിഡ് മോഡൽ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ ഏറ്റവും ടോപ്പ് മോഡലായിട്ടുള്ള വേറൊരു മോഡലുണ്ട്. അതിൽ രണ്ടിലും മെയിനായിട്ട് വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ശരിക്കും പെയിൻറ് തന്നെയാണ്. അതിൽ മിഡ് മോഡലാകുമ്പോൾ കുറച്ചുകൂടെ ഇതിൻ്റെ മേലെ ടാങ്കിൻ്റെ മേലെ ഇവിടെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ കാണിക്കുന്ന മോഡലാണ് ആ ഒരു മോഡൽ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ തന്നെ ടോപ്പ് എൻഡ് മോഡലുണ്ട്. അതിലും മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഗ്രാഫിക്സും കാര്യങ്ങളും പിന്നെ കളറിൻ്റെ വേറൊരു വേരിയേഷൻ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു വണ്ടി നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു ഒരു ചെറിയ വണ്ടി, ഒരു ചെറിയൊരു എന്താ ക്രൂയിസിങ് മോട്ടോർ സൈക്കിൾ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ചെറിയൊരു റോഡ്സ്റ്റർ വണ്ടി എന്നൊക്കെ കാണുമ്പോൾ തോന്നും. പക്ഷെ ഇവൻ ശരിക്കും ഒരു ചെറിയൊരു ഭീകരനാണ് ഇവൻ. ശരിക്കും നമുക്ക് ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ എവിടേക്കോ ഒരു ട്രാൻസ്ഫർ റോക്കറ്റിന്റെ ഒരു കുട്ടി എന്നൊക്കെ പറയാം. കണ്ടോ, ഈ ഒരു സാധനമൊക്കെ കാണുമ്പോൾ നമുക്ക് ആ റോക്കറ്റിന്റെ ആ ഒരു ഇതൊക്കെ ചെറുതായിട്ട് മനസ്സിൽ വരും. പിന്നെ ഫ്രണ്ട് എന്നുള്ള ലുക്കായാലും ആ ഒരു ഷോക്ക് ആബ്സറിന്റെ ലുക്കായാലും ഒക്കെ കാണുമ്പോൾ നമുക്ക് എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു കോപ്പി അടിച്ച പോലെയൊക്കെ തോന്നും. പക്ഷേ എന്താണ് നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതൽ ഒരു സുഖം നമുക്ക് ഈ വണ്ടി തരുന്നുണ്ട്. പിന്നെ ഇത് എന്ന് പറയുന്നത് സിംഗിൾ ചാനൽ ABS ആണ് വരുന്നത്. ബ്രേക്ക് 2 ബ്രേക്കും ഡിസ്ക് ബ്രേക്കാണ്. അതിൽ ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അലോയ് വീൽസ് ആണ് വരുന്നത്. പിന്നെ അത്യാവശ്യം വണ്ടിക്ക് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ എക്സോസ്റ്റ് നോട്ട് ഞാൻ ഇപ്പോൾ കേൾപ്പിക്കാം. പിന്നെ മെയിനായിട്ട് എനിക്ക് തോന്നിയ ഏറ്റവും വലിയ നല്ലൊരു ഇതെന്ന് പറഞ്ഞാൽ ചെയിൻ കവറാണ് കേട്ടോ ഗൈസ്. അത്യാവശ്യം നല്ല ഹാർഡിലൊക്കെ വരുന്ന പോലത്തെ നല്ല ചെയിൻ കവറാണ്. പക്ഷേ ഇത് ഫൈബറാണ്, എന്നാലും കുഴപ്പമില്ല. ഫൈബറാണ് നല്ലതെന്ന് തോന്നുന്നു. കാരണം മെറ്റലൊക്കെ ആകുമ്പോൾ തുരുമ്പെടുക്കാനും ഇതൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷേ ഫൈബറാണ് നല്ലത്. പിന്നെ ബാക്കിലും അലോയ് വീൽസും കാര്യങ്ങളിൽ നിന്നാണ് വരുന്നത്. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ലൊരു സാരി ഗാർഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ടൈലൊക്കെ കണ്ടോ, ടൈൽ അത്യാവശ്യം നല്ല ഒരു ഹാർലി ലുക്ക് തന്നെയാണ് ഫ്രണ്ട് ബാക്ക് നോക്കുമ്പോൾ ഉള്ളത്. എന്നാൽ നമുക്ക് സൈഡിൽ നോക്കുമ്പോൾ ശരിക്ക് ട്രാംഫിൻ്റെ റോക്കറ്റിൻ്റെ ഒരു ലുക്കും ചെറിയൊരു ലുക്കും തോന്നും. എന്താ പറയുക, എല്ലാത്തിൻ്റെ ഒരു കോമ്പിനേഷനുമാണ് ഈ വണ്ടിയെ വിളിക്കാം. ഇനി നമുക്ക് ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഒരു സിംഗിൾ ചെറിയ മീറ്റർ, പക്ഷേ അതിലെല്ലാം അത്യാവശ്യം വേണ്ട എല്ലാം ഉണ്ട്. സൈഡ് ലൈറ്റ്, ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങൾ, സൈഡ് സ്റ്റാൻഡ് സെൻസർ, ABS കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ABSൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഇത് സിംഗിൾ ചാനൽ ABS ആണ്. പിന്നെ ഇതിൻ്റെ തന്നെ മിഡിലോട്ടും ടോപ്പിലോട്ടും പോകുമ്പോൾ അത് ഡുവൽ ചാനൽ ABSും ഉണ്ട്. ഡുവൽ ചാനൽ ABS വരുന്നുണ്ട് മറ്റേതിൽ പറയുമ്പോൾ. ഇതിൽ സിംഗിൾ ചാനലാണ്. പിന്നെ ഇതിനെ കമ്പയർ ചെയ്ത് മറ്റ് രണ്ടും നോക്കുമ്പോൾ അതിൽ ഡുവൽ ചാനൽ ABS വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അതിൻ്റെ വലിയൊരു ആവശ്യം നമുക്കില്ല. എന്നാലും ഈ ഒരു വണ്ടി ഈ ഒരു പ്രൈസ് ടാഗിൽ ബെറ്ററാണ്. കാരണം ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1.80 സംതിങ് ആണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഞാനിപ്പം വണ്ടി എടുത്തിരിക്കുന്നത് നമ്മുടെ കൊച്ചിൻ ഷോറൂമിൽ നിന്നാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നേരെ ഈ വണ്ടി നമ്മൾ എവിടെ നിന്ന് ഇതിൻ്റെ ശരിക്ക് വണ്ടി ഒന്ന് കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരെ മമ്മൂക്കയുടെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ മമ്മൂക്കയുടെ വീട്ടിലോട്ട് പോയിട്ട് വേണം നമുക്ക് ഈ വണ്ടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് ഞാൻ എന്ത് ചെയ്തു തരാം, നിങ്ങൾക്ക് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടൊന്ന് കേൾപ്പിച്ചു തരാം. ഈ ഒരു എക്സോസ്റ്റ് കാണും എന്താണ് ഇതിൻ്റെ സൗണ്ട്, ഈ ഒരു എഞ്ചിന് വരുന്ന സൗണ്ട് എന്തായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു വണ്ടിയിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു എക്സോസ്റ്റ് നോട്ടാണ് എനിക്ക് കിട്ടിയത്. നമുക്കതൊന്ന് കേട്ട് നോക്കാം. നമ്മളിപ്പം ചാവി ഓൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ മീറ്റർ കണ്ടോ, അടിപൊളി മീറ്ററാണ് അല്ലേ. നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ആ ഒരു വ്യൂ ഒന്ന് നോക്കുമ്പോൾ വ്യൂ കാണിച്ചാൽ കണ്ടോ, ഇതാണ് വണ്ടിയുടെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഓ, ബ്യൂട്ടിഫുൾ വ്യൂ ആണ് അല്ലേ. അത്യാവശ്യം നമുക്ക് മീറ്റർ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മീറ്റർ നല്ല വിസിബിളാണ്. സാധാരണ ചില മോട്ടോർ സൈക്കിളിൽ മീറ്റർ വിസിബിൾ അത്ര ഉണ്ടാവും, പക്ഷെ നല്ല വിസിബിൾ മീറ്ററാണ്. പിന്നെ ഇവിടെ നമുക്ക് മോഡും ഇതൊക്കെ സെറ്റ് ചെയ്യാനുള്ള സ്വിച്ച് കാര്യങ്ങൾ ഇവിടെ മീറ്ററിൻ്റെ സൈഡിലാണ്. അത് നല്ലൊരു കാര്യമാണ്. മുകളിൽ വെച്ച വെള്ളം കയറാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടൊന്ന് കേൾക്കാം. ഞാൻ ഇവിടെ എഞ്ചിൻ ഓൺ ആക്കിയിട്ടുണ്ട്. മോഡ് മാറ്റാനുള്ള ഒരു സ്വിച്ച് ഇവിടെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ അർബൺ ആണ്. നമുക്ക് ഇവിടെ മാറ്റം കണ്ടോ, റെയിൻ, അർബൺ 2 മോഡ്സാണ് ഇതിലുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എക്സോസ്റ്റ് നോട്ടൊന്ന് കേൾക്കാം. സോറി ഗൈസ്, ന്യൂട്രൽ അല്ല, ഗിയർ. ഓക്കെ, ന്യൂട്രൽ ആക്കിയിട്ടുണ്ട്.
വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് എക്സോസ്റ്റ് കാണിച്ചിട്ട് തന്നെ സൗണ്ട് കേൾപ്പിക്കാം. സത്യം പറഞ്ഞാൽ ടി വി എസിൻ്റെ വേരിയേഷനിൽ എനിക്ക് തോന്നുന്നു ടി വി എസിൻ്റെ വേരിയേഷനിൽ ആദ്യമായിട്ടായിട്ട് ഇങ്ങനൊരു എക്സോസ്റ്റ് നോട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു വണ്ടിയിൽ മാത്രമേ എനിക്ക് ടി വി എസിൽ ആ ഒരു എക്സോസ്റ്റ് നോട്ട് കാണാൻ പറ്റിയിട്ടുള്ളൂ. എന്തായാലും അടിപൊളി എക്സോസ്റ്റ് നോട്ടാണ്, അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഈ ഒരു വണ്ടി നമുക്ക് ഒട്ടും നമുക്ക് ഈ ഒരു വണ്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു എക്സോസ്റ്റ് നോട്ടാണ്. പിന്നെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ അടിപൊളി ഹെഡ്ലൈറ്റ് ആണ്, അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഇൻഡിക്കേറ്റർ തന്നെയാണ് കേട്ടോ, പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ടൈപ്പൊന്നുമല്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഇൻഡിക്കേറ്റർ തന്നെയാണ്. പിന്നെ മിറർ വ്യൂ എന്ന് പറയുന്നത് നമുക്ക് വണ്ടി കയറി നോക്കണ്ട, ചില നമ്മൾ വണ്ടി കയറിയാൽ ഈ മിറർ അധികം എന്ത് ചെയ്യും, ഒരുപാട് യൂസ് ആകുമ്പോൾ ഇങ്ങനെ ആടിപ്പോ. ഈ ഒരു മിറർ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. എനിക്കിത് കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ പുതിയ ഡൊമിനറിന്റെ മിറേഴ്സ് കണ്ടിട്ടുണ്ടോ, ആ ഒരു ടൈപ്പിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം കൊള്ളാം, മിറർ എന്തായാലും കൊള്ളാം. അപ്പൊ നമ്മൾക്ക് എന്തായാലും ഇനി നേരെ മമ്മൂക്കയുടെ വീട്ടിലോ. അങ്ങനെ നമ്മൾ മമ്മൂക്കാടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മമ്മൂക്കാടെ വീടെന്ന് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ ഒരു എം കണ്ടോ, ഇപ്പുറം 369 നമ്പറൊക്കെ ഉണ്ട് വീട്ടിന്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, തിരിച്ചു പോകണം. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടവരൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി ഇതിൽ എനിക്കിപ്പം കുറച്ചുകൂടെ ഓടിച്ചപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ബാക്ക് ഷോക്ക് ഉണ്ടല്ലോ, അതത്ര പോരാന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പറഞ്ഞല്ല, സത്യം പറഞ്ഞാൽ എനിക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് ഓടിക്കുമ്പോൾ ചെറിയൊരു കട്ടറൊക്കെ ചാടുമ്പോൾ അതൊരു ആക്ഷൻ കിട്ടുന്നില്ല. ഫ്രണ്ട് കുഴപ്പമില്ല, പക്ഷേ ബാക്കിൽ നിന്ന് നമുക്ക് സീറ്റിൽ നമ്മൾ വന്ന് അടിക്കുന്ന പോലെ ഉണ്ട്. എൻ്റെ നിതംബങ്ങളൊക്കെ എന്താ നല്ലൊരു കട്ടറിലൊക്കെ ചാടിയാൽ നല്ല സുഖം ഉണ്ടാവും. അപ്പോൾ പക്ഷേ സീറ്റ് കുഴപ്പമില്ല, സീറ്റ് അത്യാവശ്യം നല്ല സീറ്റ് ആയതുകൊണ്ട് നമുക്ക് അത് അത്ര അറിയുന്നില്ല, പക്ഷേ കുറച്ചുകൂടെ ബെറ്റർ ആവേണ്ടതായിരുന്നു. എന്തായാലും നമുക്ക് കൊള്ളാം. വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ എന്തായാലും പുതിയ വണ്ടി എല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ടി വി എസിൻ്റെ ഷോറൂമിൽ വണ്ടികൾ അവൈലബിൾ ആണ്, എന്തായാലും വന്ന് ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കിയാൽ അടിപൊളി വണ്ടി.